ഞാൻ നിങ്ങളുടെ സിജു കലവറക്കാരൻ. കുറച്ചു കാലമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അധികം മസാലകൾ, നമ്മൾ ഈ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ കുറച്ച് നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ കുറച്ച് എരിവിന് വേണ്ടി നമ്മുടെ ഒരു ഇച്ചിരി സ്പൈസി അല്ല, ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം നമ്മളൊരു കുറച്ച് കുരുമുളക്, പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പുളി വെള്ളമാണ് ഒഴിക്കുന്നത്. പുളിവെള്ളം, അതേപോലെ തന്നെ സോൾട്ടും ഇട്ടിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫിഷ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് ആ മസാല ഒന്ന് ഉണ്ടാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം അല്ലേ? വാ, അകലേക്ക് പിടിച്ചോണേ. സോറി, ആ പച്ചമുളക് കൂടെ എടുത്ത് അതിൻ്റെ അകത്തിട്ട് കൊടുത്തേ. നമ്മൾ വലിപ്പമുള്ള കുറച്ച് മീനായതുകൊണ്ടാണ് കുറച്ച് ഗാർലിക് കൂടുതലിട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 കുടം ഗാർലിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയുണ്ട്, കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി കുരുമുളകാണ് നമ്മൾ അതിൻ്റെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാം? ഇത് നമ്മുടെ പുളിവെള്ളമാണ്. ഇതുണ്ടോ? അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ ബാർബിക്യൂവിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ വരാൻ എന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിലിതെന്ന് പറഞ്ഞാൽ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കും. ഓക്കെ, അതെ. ഇത് ബാക്കി നമ്മളൊരു ബാലൻസ് ഇവിടെ ഇരിക്കുകയായിരുന്നു, അതിൻ്റെ അകത്ത് കൊള്ളാത്തത് കൊണ്ട് ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മളുടെ മാരിനേഷൻ ചെയ്യേണ്ട മസാല ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പിടിച്ചല്ലേ, പിടിച്ച അപ്പം നമ്മളുടെ മസാലയില്ലാതെ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് ശരിക്കും ഇവിടെ നമ്മൾ പറയുന്ന പേര് ഷേരി എന്നാ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചിലയിടത്ത് ഏരി, ചില ഏരി, ഓരോ സ്ഥലത്ത് ഓരോരോ ഇതാണ്. അതിനിപ്പോ നിങ്ങൾ കമന്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യുക. ചിലയിടത്ത് ഇതിന് കാളാഞ്ചി എന്ന് പറയും. ഏത് ജില്ലയിൽ നിന്നാണ് കാണുന്നത്?
ഇപ്പം നമ്മുടെ മസാലയൊക്കെ പുരട്ടി വിടവിൽ എല്ലാം കുറച്ചുകൂടെ ഇട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണേ. നമുക്ക് അതിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താലേ അതിന് നല്ല സ്മെല്ല് കിട്ടും. ഇതിക്കാവുന്ന നേരത്തെ നേരെ എന്നിട്ട് കൊടുത്തരും. രണ്ട് ഇതിൽ പൊതിയേണ്ടി വരുമോ? നമുക്കത് നോക്കിയിട്ട് പൊതിയും. മസാല ഇടണോ? അപ്പൊ നമ്മൾ മസാല എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ നേരം തന്നെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച്, എന്നിട്ട് നമുക്കത് ചാർക്കോളിൻ്റെ മേളിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അല്ലേ. വാ, ഫ്രിഡ്ജിൽ ആയത് നമുക്കിങ്ങ് എടുക്കാം. കാരണം ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. നാട്ടിലെ മണ്ണെണ്ണ പോലെ ഉണ്ടല്ലോ. ഇത് ചാർക്കോളിലോട്ട് വെച്ച് കൊടുക്കാവേ. ഓക്കെ അല്ലേ? ഗ്യാപ്പ് ഓയിൽ പേപ്പർ ഇടുന്ന ഈ ചാരമൊന്നും വരുമല്ലേ? ഈ സൈഡിലെ തീ ഇങ്ങനെ നീക്കിട്ട് കൊടുത്താലോ? ഞാനിടുന്നുണ്ട്. അകലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ. അതിന് ഒരു സൈഡൊന്ന് കുക്കായിട്ടുണ്ട്. ഈ നമ്മളിപ്പം അരച്ചു ചേർത്തിരിക്കുന്ന മസാലയും മല്ലിയിലയും ഇതിന്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ് ഇതിന്റെ വരുന്നത്. കാരണം വെളിച്ചെണ്ണയും കൂടെ നമ്മൾ തടവ് ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പിലയുടെയും ഒക്കെ ആയിട്ടുള്ള സ്മെല്ല് വരുന്നത്. പയ്യെ ഇരുന്ന് ഒക്കെ ആയിക്കോളും. അതൊന്ന് വീശി കൊടുത്തന്നെ ജീവിക്കുക. നല്ല പാകമായിട്ടിരിക്കുക. അപ്പൊ നമുക്കൊന്ന് എടുത്തിട്ടേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. സൂപ്പർ സ്മെല്ല്. നല്ല സ്മെല്ല് വരുന്നുണ്ടോ?
സൂപ്പർ സൂപ്പർ നമ്പർ 1. ഒരു പ്രത്യേക സൂപ്പർ സൂപ്പർ. എന്താ പറഞ്ഞ ഓ സിംഗിളാമേ പോലെ എല്ലാ രാജ്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. what is that? Bohamarai. Sangga. കേട്ടോ, എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.